ബിഗ് ബോസ് മലയാളത്തിൻ്റെ 6ാം സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. വീണ്ടും മോഹൻലാൽ തന്നെ അവതാരകനായി എത്തുന്ന ഷോ അധികം വൈകാതെ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും 1ാം സീസണിനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്ത മത്സരാർത്ഥി നടി ശ്വേത മേനോൻ ആയിരുന്നു. സാബുമോൻ വിന്നറായ 1ാം സീസണിലാണ് ശ്വേതയും മത്സരിച്ചത്. ഇപ്പോഴിതാ തൻ്റെ ബിഗ് ബോസിലേക്കുള്ള യാത്രയും അതിലെ ജീവിതത്തെപ്പറ്റിയും നടി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധയാവുന്നത്. സത്യത്തിൽ ആ ഷോയിലൂടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ നടി പറയുന്നത്. ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചപ്പോൾ 13ാമതായി കയറുന്ന മത്സരാർത്ഥിയായിരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് 1ാമത്തെ മത്സരാർത്ഥി ഞാനാണെന്ന് പറയുന്നത്. എന്നെപ്പറ്റി കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ആളുകൾക്ക്. അവിടെ നിന്നാൽ 1ാം സ്ഥാനം ഞാൻ കൊണ്ടുപോകും എന്നാണ് പലരും കരുതിയത്. പക്ഷേ ഞാൻ അധികം അവിടെ നിൽക്കില്ലെന്ന് എനിക്ക് തന്നെ കൃത്യമായി അറിയാമായിരുന്നു. 2 ആഴ്ച കൊണ്ട് ബിഗ് ബോസിൽ നിന്നും തിരികെ വീട്ടിലെത്തുമെന്ന് കരുതിയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ശരിക്കും അതൊരു നല്ല ഷോയാണ്. ലാലേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്നെയാണ് കാണാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വഴിയിലൂടെ നടക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു ഇടമായിരുന്നു ബിഗ് ബോസ്. അതിനകത്ത് ചെന്നതിന് ശേഷം ആദ്യത്തെ ക്യാപ്റ്റനും ഞാനായിരുന്നു. മാത്രമല്ല കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു കൂടുതലായും ഞാൻ ചെയ്തിരുന്നത്. അതെനിക്കൊരു മെഡിറ്റേഷൻ പോലെയായിരുന്നു. ആദ്യ സീസൺ മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല ശ്വേതയ്ക്ക് ശേഷം ബിഗ് ബോസിലേക്ക് വന്ന നടൻ ദീപനും അഭിമുഖത്തിൽ അതിഥിയായി വന്നിരുന്നു. ആദ്യ സീസണിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. മാത്രമല്ല എല്ലാവരും നല്ലോണം പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷോ 24 മണിക്കൂറും കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ കാണിച്ചത് എന്താണെന്ന് പുറത്തു വന്നേനെ. എന്നാൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് വലിയ നഷ്ടമാണ് തോന്നുന്നതെന്നാണ് ദീപൻ പറയുന്നത്. തനിക്ക് കട്ടിൽ സ്റ്റാർ എന്നൊരു പേര് വന്നുവെന്ന് ദീപൻ പറയുമ്പോൾ താൻ മുട്ടക്കള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പറയുകയാണ് ശ്വേത. അങ്ങനെ ഒരു പേരിൽ അവിടെ ഉണ്ടായിരുന്നവർ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സത്യത്തിൽ ഞാൻ തൈറോയ്ഡ് പേഷ്യൻ്റാണ്. ചില ഭക്ഷണങ്ങൾ എനിക്ക് അലർജിയാണ്. ആകെ കഴിക്കാൻ പറ്റുന്നത് മുട്ട മാത്രമാണ്. അതവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ മെഡിസിൻ കഴിക്കാതെ ഇരിക്കേണ്ടിയും വന്നിരുന്നു. ശേഷം മത്സരാർത്ഥികളായി ഉണ്ടായിരുന്നവരെല്ലാം ബിഗ് ബോസിനോട് അപേക്ഷിച്ചതിന് ശേഷമാണ് തനിക്ക് മരുന്ന് പോലും കിട്ടിയതെന്നും ശ്വേത പറഞ്ഞു. അതേസമയം വിവാഹം കഴിഞ്ഞ് 45ാം ദിവസമാണ് താൻ ബിഗ് ബോസിലേക്ക് പോയതെന്നാണ് ദീപൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഹണിമൂണിന് കൊണ്ടുപോകാത്തതിൻ്റെ സങ്കടം മായയ്ക്കുണ്ടെന്നും നടൻ പറയുന്നു.